നമ്മൾ കടപ്പുറത്ത് കിടന്ന് ഓല വീട്ടിൽ കിടന്ന് വന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ കിട്ടുന്ന ഒരു ഇതാണ്. ഫ്ലാറ്റുകൾ തന്നിട്ടേ പിടിച്ചുപറിക്കുകയാണ് അവര്. എഞ്ചിനീയർ ഈ ചെയ്ത ആൾ പോലെ പറയുന്ന ഇത് എങ്ങനെയാണെന്ന് ഒരു പിടുത്തമല്ല. ഞങ്ങൾ നോക്കിയിട്ട് വന്ന് പറയാം. ഈ വെള്ളത്തിന് 2000 3000 വരും, കറണ്ട് ബില്ല് 6000 7000, എനിക്ക് ഇപ്പോഴും വന്ന് 4500 രൂപയാണ്. 1 സെന്റ് സ്ഥലത്തിലായിരുന്നാലും വീട് തന്നെ കൊടുക്കണം, ഫ്ലാറ്റ് കൊടുക്കരുത്. വീട് ചോരുന്ന വീട്ടിൽ നമ്മൾ കിടന്നവരെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു അനുഭവത്തിൽ നമ്മൾ കിടന്നിട്ടില്ല. ഞങ്ങൾ ഒന്നും ഇവിടെ ചത്താലും ഗവൺമെന്റിനെ വിടത്തില്ല. ഞങ്ങൾക്ക് ഇപ്പൊ ഫ്ലാറ്റ് തന്നപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു പോയെന്നുള്ളൊരു കുറ്റബോധത്തിലാണ് ഇപ്പൊ ഞങ്ങൾ കഴിയുന്നത്. നാല് വർഷം തികഞ്ഞില്ല. അതിനു മുമ്പ് വീടെല്ലാം പൊടിഞ്ഞ് ചോർച്ച തുടങ്ങി. ഇപ്പം കണ്ടില്ലേ, പൈപ്പ് വെള്ളം പൊട്ടി എവിടെ കൂടെ പോകണമെന്ന് ഒരു പിടിയില്ല ഞങ്ങൾക്ക്. പിന്നെ മുകളിൽ കതവ് പൂശിയിട്ടില്ല, അവിടെ തറ ഒന്നും പൂശിയില്ല. മഴ പെയ്യുമ്പോൾ ആ വെള്ളം അവിടെ തന്നെ കെട്ടിക്കിടന്ന് അവിടെ നിന്ന് കൊതുക് കൊണ്ട് പനിയും ഭയങ്കര പ്രശ്നമാണ്. അവിടെയൊക്കെ മുകളിൽ വെള്ളം കെട്ടിക്കിടന്നേ, എല്ലാ വീടും പൂശിയില്ല, അങ്ങനെ വെള്ളം കിടക്കുന്നു. പിന്നെ കതവ് എല്ലാ കതവും പകുതിയിലേക്കും പൊട്ടി പകുതിയിലും കിടക്കുന്നത്. പിന്നെ അവിടുത്തെ വേസ്റ്റ് ഭയങ്കര നാറ്റം കൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. 2016 വെച്ച് 2018 തന്നെ വീട് മറിഞ്ഞു. അതിനുശേഷം അവർ തന്ന വീട്ടിൽ നമുക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഇവിടെ കിടന്ന് തറ ഒന്നും ഇട്ടില്ലായിരുന്നു. പിന്നെ അതിൽ കിടന്നെല്ലാം പൊടിയുടെ ഇതുകൊണ്ട് നമുക്ക് അസ്വസ്ഥത തന്നെ, ശ്വാസം മുട്ടൊക്കെ വന്ന്. ഇപ്പോൾ വീണ്ടും നമ്മൾ 1 ലക്ഷം രൂപ കട മേടിച്ചാണ് ഈ തറയെല്ലാം ഇട്ടത്. വീടെല്ലാം ഇടിച്ചിരിക്കുന്നു, ഫുള്ളും ചോരുന്നു. ബാത്റൂം ഒന്നും ശരിയല്ല, എല്ലായിടത്തും ലീക്കാണ്. ഇവിടുത്തെ ചെവരാവട്ടെ അപ്പുറത്തെ ചെവരാവട്ടെ ഫുള്ള് ലീക്കാണ്. കൊതുകിൻ്റെ ശല്യമായി, വെള്ളം ഈർപ്പമുള്ളതുകൊണ്ട് കൊതുകിൻ്റെ ശല്യമുണ്ട്. കൊതുകും ചെറിയ കുഞ്ഞു ഈച്ച പോലുള്ള പ്രാണികളുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം വീട്ടിലെ അവസ്ഥയാണെങ്കിൽ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വെള്ളം കെട്ടിക്കിടന്ന് അവിടെ കൊതുകായിട്ട് കിടക്കുന്നു. അതേപോലെ തന്നെ എല്ലാ വീടും ഈ 192 വീടും അവസ്ഥ ചെയ്യുന്ന അവർ പൂശി തരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ആ പൂശിയത് പോലും ഇല്ല. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ വെള്ളമെല്ലാം ഇവിടെ തന്നെ കെട്ടി ആ ചോർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. മഴ പെയ്യുമ്പോൾ തന്നെ ഈ വെള്ളം കെട്ടിക്കിടന്ന് ഇവിടെ കൊതുകൊക്കെ ഉണ്ടായി പനിയും പിന്നെ എന്നിട്ട് ജലദോഷവും പനിയൊക്കെ പിടിച്ച് മക്കൾക്ക് ഒരുപാട് രോഗങ്ങൾ വയറ്റിളക്കമൊക്കെ പിടിക്കുന്നത് ഇവിടെ ഈ വെള്ളങ്ങൾ കെട്ടിക്കിടന്നിട്ട്. പിന്നെ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലമില്ല, വീട് പോയി കിട്ടിയതാണ്. ഇത്രയും വർഷം സ്കൂളിലൊക്കെ കിടന്ന് കിട്ടിയ ഭവനമാണിത്. ഞങ്ങൾ ഈ പിള്ളേരെയൊക്കെ ഇട്ടുകൊണ്ട് സ്കൂളിലൊക്കെ കിടന്നിട്ട് ഇപ്പോൾ കിട്ടിയപ്പോൾ ഇതാണ് അവസ്ഥ ഞങ്ങളുടേത്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമില്ല, കുടിവെള്ളം ഉണ്ട്, എല്ലാത്തിനും ബില്ലുകൾ അടയ്ക്കണം. ഇരട്ടി ബില്ലുകളാണ് വരുന്നത് ഇവിടെ എല്ലാം. അങ്ങനെ ഞങ്ങളെ കൊണ്ട് കഴിവില്ല. ഞങ്ങളൊരു 2 അസുഖം പിടിച്ച് കിടക്കുന്നതുകൊണ്ട് കടയിലൊന്നും പോകാൻ പറ്റുന്നില്ല, മത്സ്യ കച്ചവടത്തിനൊന്നും. അവരെന്തായാലും കുടിവെള്ളം കട്ടിയും എന്ന് പറഞ്ഞ് 2800 രൂപ വന്ന് കിടക്കുന്ന കുടിവെള്ളം മാത്രം. ഈ ഫ്ലാറ്റ് ഞങ്ങൾക്ക് തരുമ്പം പറഞ്ഞ് ഒരു പണിയൊന്നും ചെയ്യേണ്ട, എല്ലാ പണി ഞങ്ങൾക്ക് ചെയ്ത് ഞങ്ങൾ തന്നു എന്ന് പറഞ്ഞു. ഇപ്പം നോക്കുമ്പോൾ മിക്ക വീട്ടിലും ചോർച്ചകൾ ഒരുപാടുണ്ട്. എല്ലാ വീടും ചോർന്ന് ഒഴുകി വരുന്നു. എവിടെ നിന്ന് വെള്ളം വരുന്നു, എന്തൊരു ചെയ്യുന്നതെന്ന് ഒരു പിടിയില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ ചോർച്ച വരുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത് ചോർച്ച ഒന്നും അടച്ചുതരാം, അല്ലെങ്കിൽ മുകളിൽ മെയിൻ്റനൻസിൻ്റെ പണി അത് ഞങ്ങൾക്ക് ചെയ്തു തരണം. അതും ചെയ്തില്ല, ഒന്നും ചെയ്യാതെയാണ് ഞങ്ങൾക്ക് തന്നത്. നല്ലൊരു ഫ്ലാറ്റ് തന്നെ, ഒഴുകുന്നതും ചോർച്ചയും പിന്നെ വെടിച്ച് കീറുന്ന ഇതൊക്കെയാണ് ഞങ്ങൾക്ക് തരേണ്ടേ. ഈ കറണ്ട് ബില്ല് എങ്ങനെ അടയ്ക്കും? ഞങ്ങളുടെ ആണുങ്ങൾ ജോലി ചെയ്ത് കൊണ്ടുവരുന്നത് തന്നെയല്ലേ മക്കളെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഇവർ ഫ്ലാറ്റ് തന്ന് ഞങ്ങൾ വാങ്ങിച്ച് ഇത് ഇവർ പിടിച്ചു പറിക്കുകയാണ്. ഞങ്ങൾ സ്കൂളിൽ കിടന്നപ്പോഴേ ഫ്ലാറ്റ് തരാൻ പോയപ്പോഴേ പറഞ്ഞ് ഫ്ലാറ്റ് വേണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഗൾഫ് രാജ്യം പോലുള്ള ഫ്ലാറ്റുകളുടെ വില കൂടി 30 ലക്ഷം രൂപയുടെ ഫ്ലാറ്റാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾക്ക് ഒത്തിരി വെള്ളം പോകാൻ വലിയ ബുദ്ധിമുട്ട്. അത് 100 രൂപ വെച്ചാൽ 250 രൂപ കൊടുക്കാൻ പറഞ്ഞ് ആരും കൊടുക്കുന്നില്ല. ഈ 100 രൂപ വെച്ച് പിരിക്കുന്നു. കൊടുക്കുന്നവരും കൊടുക്കാത്തവരും ഒത്തനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഇനി വീട് നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ വീട് തന്നെ കൊടുക്കണം. 1 സെന്റ് സ്ഥലത്തിലായിരുന്നാലും വീട് തന്നെ കൊടുക്കണം, ഫ്ലാറ്റ് കൊടുക്കരുത്. ഫ്ലാറ്റിൽ കിടന്ന് അനുഭവിക്കുന്ന ഞങ്ങൾക്കറിയാം ഫ്ലാറ്റിന്റെ വേദന. പട്ടിക്ക് തുല്യമായിട്ടാണ് ഇവിടെ ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾ അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ട് കിടന്ന് കിടത്തുന്നത്. ഇവിടെ ആ വെള്ളം മുട്ടിക്കിടന്ന് പനികൾ, ഒരു വീട്ടിൽ പൊടി കുഞ്ഞിന് വരെ പനിയാണ്. ഇപ്പം ഇത് കോരി 5 ദിവസമേ ആയിട്ടുള്ളൂ. 2000 രൂപ കൊടുത്ത് 5 ദിവസമായി കോരി. ഇവിടുത്തെ ബ്ലോക്കാണ് അവിടെ വന്ന് നിറഞ്ഞു നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഒരു വിധത്തിൽ നാറ്റം കൊണ്ട് കിടക്കാൻ വയ്യ. നാറ്റവും പുഴുവ് കയറി വരുന്നു മുകളിൽ കൂടെ. ഈ പുഴുവ് കയറി വരുന്ന ആ വെള്ളം കുടിക്കുമ്പോൾ എന്ത് പാടുപെടും ഞങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു തുള്ളി വെള്ളം നമ്മൾ ഈ വെള്ളം എടുത്ത് കുടിക്കേണ്ടതല്ലേ? ഞങ്ങൾ എങ്ങനെ കുടിക്കും? ഈ വെള്ളം ഇവർ ഡ്രെയിനേജ് അടിച്ചു കളയുമ്പോൾ പോകുമെന്നാണ് പറഞ്ഞത്.
പക്ഷേ ഒരു അടിച്ചും കളയുന്നില്ല, പൈസ പിരിക്കുന്നതല്ലാതെ ഞങ്ങളുടെ അടുത്തുനിന്ന് പൈസ പിരിച്ചിട്ട് ഞങ്ങൾ പറയും ഞങ്ങൾ ഇതിന് വേണ്ടിയാണ് പൈസ പിരിക്കണതെന്ന് പറഞ്ഞാൽ, പക്ഷേ അങ്ങനെ പിരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ വെള്ളം കെട്ടുന്ന വീട് ചോരുന്ന വീട്ടിൽ നമ്മൾ കിടന്നവരെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു അനുഭവത്തിൽ നമ്മൾ കിടന്നിട്ടില്ല, ഇതുപോലെ കിടന്ന് അഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് ഞങ്ങളെ കൊണ്ടിങ്ങനെ ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ ഒന്നിവിടെ ചത്താലും ഗവൺമെൻറ്റിനെ വിടത്തില്ല. ഇത് സത്യമാണ് പറയുന്നത്, ഞാനിത് പറയുന്ന സത്യമാണ്. ഒരെണ്ണ ഉരുണ്ട് വീന്ന് മരിച്ചാൽ ആ ഗവൺമെൻറ് എല്ലാം ഇവിടെ വന്നാലേ ആ ജഡം എടുക്കുകയുള്ളൂ. അതാണ് ഈ വെള്ളത്തിൽ സംഭവിക്കാൻ പോണത്. ഞങ്ങൾക്ക് വീട് പോലെ ആകുന്നില്ല ഫ്ലാറ്റ്. കാരണം കുട്ടികൾക്കൊന്ന് കളിക്കാനായിരുന്നാലും എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വന്നാൽ പോലും നമുക്ക് ഫ്ലാറ്റിൽ അത്ര സ്വാതന്ത്ര്യമില്ല. പിന്നെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഇപ്പം തന്നെ വെടിപ്പൊക്കെ തുടങ്ങി, മുകളിലൊന്നും നമുക്ക് പൂശിയിട്ടൊന്നും ഇല്ല. ഇത് 4 വർഷം ആകുന്നു, ഡിസംബർ ആകുമ്പോൾ ഞങ്ങൾക്ക് തന്നിട്ട് 4 വർഷം ആകുകയാണ്. ഞങ്ങൾക്കിപ്പോൾ ഫ്ലാറ്റ് തന്നപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു പോയെന്നുള്ളൊരു കുറ്റബോധത്തിലാണ് ഇപ്പം ഞങ്ങൾ കഴിയുന്നത്. വലിയതര ഗ്രൗണ്ട് ആയിരുന്നപ്പോൾ ഈ പിള്ളേരൊക്കെ അവിടെ പോയാണ് കളിച്ച് വളരുന്നത്. അവർക്ക് കളിക്കാനുള്ള ഒരു സൗകര്യമില്ല, ഒന്നുമില്ല. ഇവർ ഈ ഫ്ലാറ്റിൽ നിന്നപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞത് മാർജിൻ ഫ്രീ തരും, ഞങ്ങൾക്ക് പ്ലേ ഗ്രൗണ്ട് തരും, അങ്ങനെ കുറേ സൗകര്യങ്ങളും വാഗ്ദാനങ്ങളും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ആക്കിയത്. ആകെപ്പാടെ ഒരു 2 റൂമും ഒരു ബാത്റൂമും. പറയുമ്പോഴത്തേക്ക് എല്ലാവരും പറയും സൗകര്യമായിട്ടുള്ള വീട് ഫ്ലാറ്റാണ് തന്നത്. പക്ഷേ സൗകര്യം പുറമേ നിന്ന് കാണുമ്പോൾ സൗകര്യമാണ്, അകമേ നമുക്ക് ഒരു സൗകര്യവും ഇല്ല. നമ്മൾ കടപ്പുറത്ത് കിടന്ന് ഓല വീട്ടിൽ കിടന്ന് വന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ കിട്ടുന്ന ഒരു ഇതാണ്. പിന്നെ ഈ മുകളിൽ താഴെ ടെറസിട്ട വീട് പോയവർക്ക് ഇതിന് നഷ്ടമാണ്. ഞങ്ങളെപ്പോലുള്ളവർക്ക് നല്ല ഒരിതാണ്. ഇങ്ങനെ ചോരുന്ന വീട്, അത് എൻ്റെ 2 നില വീടാണ് കൊടുത്തിട്ട് എനിക്കിത് തന്നത്. ഇവിടെ ഉള്ളവർക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വന്ന് നോക്കാമെന്ന് പറഞ്ഞു. അവർ ഇതുവരെ വന്നിട്ടില്ല. ഒരു മാസം അടുപ്പിച്ചാൽ ഈ വെള്ളം വരാൻ തുടങ്ങി. ഇനി വേറെ എന്തിനാണ് ഞങ്ങൾ കറണ്ട് ബില്ല് ഇല്ലാത്ത ബില്ലാണ് വന്ന് കിടക്കുന്നത്. ഈ 2 പേര് കഴിയുന്ന വീട്ടിൽ ഞങ്ങൾക്ക് 2000, 1500 ഇങ്ങനെ വന്ന് എങ്ങനെ പാവപ്പെട്ടവരെങ്ങനെ ജീവിക്കും? ചോദിക്കട്ടു, നിങ്ങളൊരു വീട് ഞങ്ങൾക്ക് ചുമ്മാ തന്നതല്ല, ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടതിന് തന്നതാണ്. ലക്ഷത്തിന് വെച്ച വീടാണ്, 16 ലക്ഷം രൂപയ്ക്ക് വെച്ച വീടാണ് എൻ്റെ വീട്. അത് വെച്ച് തീർന്നതിന് ശേഷം ഈ ഒരു ഫ്ലാറ്റ് എന്ന് അതിപ്പോൾ ചുവന്നിറക്കി. ഞങ്ങൾ എന്തൊരു ചെയ്യണം നിങ്ങൾ പറയും? ഞങ്ങൾ ഇനി എവിടെ പോയി കയറി കിടക്കും? ഇപ്പോൾ മെയിനായിട്ട് ചോദിച്ചു, ഇവിടെ ഒരുപാട് വീടിൻ്റെ അവിടെ നോക്കിയത് ഈ ബാക്ക് സൈഡ് ബാത്റൂമിൻ്റെ അവിടെ നിന്നൊക്കെ ഉണ്ടല്ലോ, ഈ ചോർച്ചയെല്ലാം അറിയാൻ പറ്റും. ഈ വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇങ്ങനെ നോക്കിയത്. ഇപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ നമ്മൾ ഈ പൈപ്പിൽ വെള്ളം തുറന്ന് വിടുന്ന കണക്കാണ് ആ ഭാഗത്ത് ചോർച്ച വന്നിട്ടേ ഇരിക്കുന്നത്. അത്രയും ചോർച്ചയുണ്ട്, അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഭയങ്കര വീട് കിട്ടിയത് നല്ലൊരു അനുഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഒക്കെ നോക്കി വന്നപ്പോൾ പഴയ വീടിനേക്കാളും ഇതത്ര ആ ചെറ്റയിട്ട കുടിൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോവും ചില സമയത്തൊക്കെ. ഞാൻ പറയത്തില്ല ഫ്ലാറ്റ് വാങ്ങുന്നത് നല്ലത്. ഞാൻ പറയും അതായത് അവർ സ്ഥലവും ഇങ്ങനെ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്, സ്കീമൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ, കാരണം എൻ്റെ കൊച്ചച്ഛൻ്റെ വീടൊക്കെ ഇപ്പോൾ കടലിൻ്റെ ഇതിലാണ് ഇരിക്കുന്നത്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് ഫ്ലാറ്റ് ചോദിച്ചാൽ വാങ്ങാൻ പാടില്ല എന്നേ പറഞ്ഞില്ല. അഥവാ ഫ്ലാറ്റ് തന്നിരുന്നാൽ ഇതേപോലത്തെ, അതായത് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഫ്ലാറ്റ് വാങ്ങാതെ സെപ്പറേറ്റ് ആയിട്ടുള്ള വാങ്ങണം. ഫിഷറീസ് വകുപ്പിൻ്റെ പേരിലാണോ ഇല്ല ഗവൺമെൻറ് തലത്താണോ അല്ല DD ഓഫീസിൻ്റെ പേർക്കാണോ ഞങ്ങൾക്ക് തന്ന വീട് എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് ഇതുവരെ ഈ വീട്ടിൻ്റെ പേരിൽ ഒരു ഇതും തന്നിട്ടില്ല. ഞങ്ങൾക്ക് കറണ്ട് ബില്ല് തന്നത് ഞങ്ങളുടെ പേരിലാണ്, വെള്ളത്തിൻ്റെ ബില്ല് വരുന്നത് ഞങ്ങളുടെ പേരിലാണ്. ഈ വീട് 50 വർഷത്തേക്കെന്നും പറയുന്നു, 25 വർഷത്തേക്കെന്നും പറയുന്നു. സർക്കാർ പറഞ്ഞു വെച്ചാൽ ഈ വീട് വന്നിട്ട് 50 വർഷം കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെതായ രേഖകൾ നിങ്ങൾക്ക് കൈമാറത്തുള്ളൂ. പക്ഷേ ഈ പുറത്ത് കാണുന്ന മേന്യൂ, ഈ റോഡ് കാണുന്ന മേന്യൂ ഒന്നല്ല. ഒരുപാട് പേര് സ്വന്തം പൈസകൾ മുടക്കിയാണ് വീട് ഇത്തിരി മെയിൻ്റെനൻസ് പോലെ ചെയ്തൊക്കെ കയറിയിട്ടുള്ളത്. കാരണം ഇനി ഒരിക്കലും അത് ചെയ്യണ്ടല്ലോ. ഇവർ ഹാള് മാത്രം ഒന്ന് നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ബെഡ്റൂമുണ്ട്, 2 ബെഡ്റൂമുണ്ട്, ഒരു അറ്റാച്ച് ബാത്റൂമുണ്ട്, കിച്ചനുണ്ട്. ഞങ്ങൾ പറഞ്ഞ രീതിക്കല്ല. ഞങ്ങൾ അന്നേ പറഞ്ഞു 3 സെൻറ്റ് സ്ഥലത്തിൽ ഞങ്ങൾക്ക് വീട് വെച്ച് തരണം, ഒറ്റ വീട് വെച്ച് തരാനാണ് പറഞ്ഞത്. ഇത് ഒറ്റ വീടായിരുന്നെങ്കിൽ നമ്മൾ ഇത് ഈ ടോയ്ലറ്റിൻ്റെ കാര്യം ക്ലീൻ ആക്കുമായിരുന്നു. ഈ വീട് എൻജിനീയർ ഈ ചെയ്ത ആൾ പോലെ പറയുന്ന ഇത് എങ്ങനെയാണെന്ന് ഒരു ഇതും പിടുത്തമല്ല. ഞങ്ങൾ നോക്കിയിട്ട് വന്ന് പറയാം. അവരൊരു 3-4 പ്രാവശ്യം വന്ന് എൻ്റെ വീട് കണ്ടു. ഈ 2-3 പ്രാവശ്യം വന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര ചോർച്ചയാണ്, ഞങ്ങളത് സിമൻറ്റ് വെച്ച് തേച്ചൊക്കെ വിട്ടയാണ്. എന്നിട്ട് ഇപ്പോൾ പെയിൻറ്റ് കൊടുത്ത് എല്ലാം ചെയ്തു. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്. അടുത്ത വീടുണ്ടല്ലോ, ഇതിൻ്റെ പുറത്ത് കണ്ടല്ലോ. അത് ഞങ്ങൾക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് ഈ ഫ്ലാറ്റിലെ അവസ്ഥയാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് വഴിവിളക്കിന് ബില്ല് അടയ്ക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് വഴിവിളക്ക് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് തന്നേ പറ്റൂ. ഞങ്ങൾക്ക് പൈസ മാസം തോറും 30,000, 28,000 രൂപ അടയ്ക്കാൻ പറ്റില്ല. അടച്ചില്ല എങ്കിൽ ആ ബില്ല് കെട്ട്. ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ബില്ലിനും അടയ്ക്കണം, ഇതിനും അടയ്ക്കണം. നമുക്ക് 2018 ഒക്ടോബർ മാസം 31-ാം തീയതി നമുക്ക് ഇവിടെ വീട് തന്നത്, താക്കോൽ തന്നത്.
2018 ഒക്ടോബർ 31 താക്കോൽ തന്നു. നവംബർ മാസം മുതൽ 2000 നവംബർ മാസം താമസിക്കുന്ന ആൾക്കാർ വന്നു. അന്ന് പറഞ്ഞൊരു ഡിമാൻഡാണ് മേഴ്സിക്കുട്ടി അമ്മ VJT ഹാളിൽ വെച്ച് ഞങ്ങൾ എല്ലാ കുടുംബത്തടുത്തും പ്രത്യേകം പറഞ്ഞതാണ്, നിങ്ങൾക്കൊരു വീട് തരുന്നുണ്ട്, 50 വർഷത്തെ കാലാവധി, അതിനുള്ള പോരായ്മകളും വീഴ്ചകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഇത് ചെയ്ത ഊരാളി കൺസ്ട്രക്ഷൻകാരാണ്. അതാണ് ഉത്തരവാദിത്വം അവർക്കാണ്. നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം ചെയ്യേണ്ടത് ഈ നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കാരാണ്. അവർ പ്രത്യേകം 250 രൂപ നിങ്ങളൊരു മാസം നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് വരുന്ന ബാത്റൂമിൻ്റെ വേസ്റ്റ് ആകട്ടെ, ഇതിൻ്റെ ഈ വാഷ് ബേസിൻ്റെ വേസ്റ്റ് ആകട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ വെള്ളത്തിൻ്റെ വേസ്റ്റ് ആകട്ടെ, മൊത്തം അടിച്ചു കളയുമ്പോൾ 250 രൂപ നിങ്ങൾ തരണം. ഇപ്പം ചെയ്തതിനകത്ത് ഈ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടില്ല. ആ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടത് ഊരാളി കൺസ്ട്രക്ഷൻകാരാണ്. അതിൽ വരുന്ന ഈ ചോർച്ചയാണ്. ഇത്രയും വീട്ടിനകത്ത് മാക്സിമം 124 ഫ്ലാറ്റിലും ഈ സൈഡ് മൊത്തം വെടിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ അവരെ വിളിച്ചു, ഇവിടെ വന്നപ്പോൾ പറഞ്ഞ് ഇതിൻ്റെ വാട്ടർ പ്രൂഫ് ചെയ്യാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ചോർച്ച ഉള്ളത്. ഈ വാട്ടർ പ്രൂഫിൻ്റെ അവിടെ അവർ എഗ്രിമെൻറ്റ് ചെയ്തിട്ടില്ലെന്ന് സർക്കാർ ഇത് പറഞ്ഞിട്ടുമില്ല, ഞങ്ങളിത് ചെയ്തിട്ടുമില്ല. അതിൻ്റെ വിടവാണ് വന്നത്. 2019 അവസാനിക്കുമ്പോൾ ഈ ചോർച്ച വിടവൊക്കെ വിടാൻ തുടങ്ങി. 2018 നവംബർ മാസം താമസിക്കാൻ തുടങ്ങി. 2019 ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ആയപ്പോൾ ചോർച്ച മൊത്തം 24 പാറ്റം ചോർച്ചയാണ്. ഈ വിട വീണത് മൊത്തം പകുതിയിൽ വെച്ച് ആദ്യത്തെ നിലയിൽ മൊത്തം വിടവാണ്. ഇച്ഛ ഇണ്ട വരച്ച് ഞങ്ങളല്ല, ഈ വീടുകളല്ല, ഇത് സ്വർഗരാജ്യമാണ്. ഇത്തിരി കുറ്റം വരും, വല്ലതും വരും. പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തെ ആൾക്കാർക്ക് പറയാനായിട്ടുള്ളത് ഇതിനേക്കാൾ ഒരു വലിയ സ്വർഗം കൊടുത്താലും കിട്ടുന്നവരെയും കരയും. വീട് താമസം എല്ലാം ഒഴുകി മാറുന്നു, എല്ലാം മൊത്തം ഒഴുക്കലും ഒഴുകുന്നു. മഴ പെയ്യുന്ന എല്ലാം ചുവാരി മൊത്തം ഒഴുകി മാറുന്നു. മൊത്തം ഒരു ഗതിയില്ലാണ്ട് നമ്മൾ എന്തിനു വേണ്ടി നമ്മളെ മത്സ്യത്തൊഴിലാളി നമുക്ക് പോകാണ്ട് 2 വർഷം കൂടുതലായി പണിക്കൊന്നും പോകാണ്ട്. എൻ്റെ ഭാര്യ കച്ചവടത്തിന് പോയാണ് എല്ലാം കൊണ്ട് തന്ന് ആഹാരങ്ങൾ കഴിച്ചു വരുന്നത്, അല്ലാണ്ട് ഒരു ഗതിയില്ല. ഇത്രയും ഇന്നലെ പോയിട്ട് 8,000 രൂപയായി സ്കാനിങ്, 2 സ്കാനിങ് എടുത്തതിൽ. ഈ 2 വർഷം കൊണ്ട് കയറി ഇറങ്ങി 1 ലക്ഷം 2 ലക്ഷം രൂപ തീർന്നു.